അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. 25th ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് ഈസ് ഗിവൺ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. പെർസെൻറ്റേജ് ആണ് തന്നേക്കുന്നത്. സോ സിലിക്ക നമുക്കറിയാം, സിലിക്ക എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്? സിലിക്ക 50 to 60%. ഓക്കെ, ഫസ്റ്റത്തത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഇതിലൊന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, 4 ഉള്ള ഒരെണ്ണേ തന്നിട്ടുള്ളൂ. സോ സെക്കൻഡ് കൂടെ നമുക്ക് നോക്കാം. അലുമിന 20 to 30%, അതും കറക്റ്റ് തന്നെയാണ്. ലൈം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 2 to 5%, ആൻഡ് മഗ്നീഷ്യ ഇസ് ലെസ് ദാൻ 1%. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 27th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് possess less C3S and more C2S than the ordinary Portland cement. And second one, low heat Portland cement has low percentage of C3A and more C3S and less C2S. Sulfur resisting cement has C3A content below 5%, and the Portland blast furnace cement, the proportion of slag being not less than 50% or more than 75% by the weight of cement. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ആ പേരിൽ തന്നെയുണ്ട്, പെട്ടെന്ന് ഹാർഡൻ ആകാനുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഹാർഡൻ ആകുന്ന സമയത്ത് അവിടെ ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന C3S ആണ് അവിടെ കൂടുതലും വേണ്ടത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്, ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഹീറ്റിൻ്റെ എമൗണ്ട് അവിടെ വളരെ കുറവാണ്. അവിടെ ഈ അൾട്ടിമേറ്റ് പ്രോഗ്രസീവ് സ്ട്രെങ്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ C2S ആയിരിക്കണം കൂടുതൽ വേണ്ടത്. പക്ഷെ നോക്കിക്കേ, ലെസ് C2S എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതും തെറ്റാണ്. അതുപോലെ തന്നെ സൾഫർ റെസിസ്റ്റിംഗ് സിമെൻറ്റിന് C3A കണ്ടന്റ് എന്ന് പറയുന്നത് 5%-ന് താഴെയുള്ളൂ. അത് കറക്റ്റ് തന്നെയാണ്. അതുപോലെ പോർട്ട്ലാൻഡ് ബ്ലാസ്റ്റ് ഫർണസ് സിമെൻറ്റ്, ദ പ്രൊപ്പോർഷൻ ഓഫ് സ്ലാഗ് ബീയിങ് നോട്ട് ലെസ് ദാൻ 50%, മോർ ദാൻ 70%, അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അല്ല. അപ്പോൾ നമുക്കിവിടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സൾഫർ റെസിസ്റ്റിംഗ് സിമെൻറ്റ് എന്ന് പറയുന്നത് C3A കണ്ടന്റ് ഈസ് ബിലോ 5%. സോ ആൻസർ ഓപ്ഷൻ സി. Then 28th question, the larger the maximum size of aggregate and coarser the grading, the amount of water required for a given workability is increased, decreased, same as before, not predicted. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ലാർജർ ആയിട്ടുള്ള മാക്സിമം സൈസ് അഗ്രിഗേറ്റ്സ്, അതുപോലെ തന്നെ കോസർ ആയിട്ടുള്ള ഗ്രേഡിങ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ ഒരു വർക്കബിലിറ്റി ബേസ് ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ എങ്ങനെയായിരിക്കും അതിന് റിക്വയർമെൻറ്റ് വരുന്നത്? എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ്, ഡിക്രീസ്ഡ് ആണ് വരുന്നത്. ദെൻ ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് റണ്ണിങ് ട്രാൻസ്വേഴ്സ്ലി ഡ്യൂറിങ് ദ ഗ്രോത്ത് ഓഫ് ദി ട്രീ ഡ്യൂ ടു സ്ട്രോങ് വിൻഡ് ഈസ് നോൺ ആസ്. ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വിൻഡിൻ്റെ കാര്യവും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻസ് നോക്കിക്കേ, അപ്സെറ്റ്, എൻഡ് സ്പ്ലിറ്റ്, ട്വിസ്റ്റഡ് ഫൈബേഴ്സ്, റിങ്കാൾസ്. നമുക്ക് ഫൈബേഴ്സിൻ്റെ കാര്യമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ക്രഷ് ആവുന്നതും വിൻഡിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വിൻഡിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ അപ്സെറ്റ്. 13th question, as per IS 14315/1995, the maximum thickness of commercial veneer shall be. വിനീർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 0.4 to 6 mm ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് മാക്സിമം തിക്നെസ് ആണ്. ആൻസർ 6 mm. So next question, the non-ferrous metals and its ores is given. Match list 1 with list 2. മാച്ച് ദി ഫോളോയിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ മാച്ച് ചെയ്യാനാണ്. അലുമിനിയം ഏതാണ് വരുന്നത്? അലുമിനിയം എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ രണ്ടാമത് കോപ്പർ ആണ് പറയുന്നത്. കോപ്പർ ചാൽക്കോപ്രേറ്റ്, ആ പേരിൽ തന്നെയുണ്ട് ചാൽക്കോപ്രേറ്റ്. കോപ്പറാണ് രണ്ടും, കോപ്പർ ചാൽക്കോപ്രേറ്റ്. അടുത്ത് വരുന്നത് സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ജാക്ക്. ലെഡ് അറിയാം, ഗലീന. ഇനി അപ്പോൾ ഒന്നേ ഉള്ളൂ, ടിന്നെന്ന് പറയുന്നത് കെസിട്രേറ്റ് ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി. 32nd question, piece of timber in door or wood fixed in an inclined position. ഇൻക്ലൈൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ അറിയാം ആൻസർ എന്താണ് വരുന്നത്? ലൂവർ ആണ്. ഓക്കെ, ദ എൻഡ് ബിയറിംഗ് ഓഫ് ലിൻഡൽസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. ലിൻഡലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
സോ 100 mm ഡെപ്ത് ഓഫ് ലിൻഡൽ, ബ്രെഡ്ത്ത് ഓഫ് ബ്രിക്ക് വാൾ, ഹാഫ് അല്ല 1/12 ഓഫ് സ്പാൻ. അപ്പോൾ നമുക്കിതിൽ കറക്റ്റ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ 100 mm കറക്റ്റാണ്, ഡെപ്ത് ഓഫ് ലിൻഡൽ കറക്റ്റാണ്, അതുപോലെ തന്നെ 1/12 കറക്റ്റാണ്. അപ്പം തേർഡ് മാത്രമേ കറക്റ്റ് അല്ലാതെ ഉള്ളൂ. 1, 2, 4 ആണ് കറക്റ്റ്, ഓപ്ഷൻ സി. വീണ്ടും മാച്ചിങ്ങിനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മാച്ച് ദ ഫോളോയിങ് ബേസ് ചെയ്താണ് വരുന്നത്. നമ്മുടെ റൂഫിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യനാണ്. ബാറ്റൺസ് ഈ തന്നിരിക്കുന്നതിൽ ബാറ്റൺസ് ഏതാണ് വരുന്നത് ഒന്ന് നോക്കിക്കേ. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത ആൻസർ. സോ ബാറ്റൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൂഫ് കവറിങ് മെറ്റീരിയലിനെ ക്യാരി ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പം ബാറ്റൺ എന്ന് പറയുമ്പം ഏതാണ് വരുന്ന റൂഫ് കവറിങ്ങിൻ്റെ കാര്യം? ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 4th ആണേ. 4 ഫസ്റ്റ് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, പേർലിൻ വരുമ്പോൾ ഏതാണ് വരുന്നത്? മെമ്പേഴ്സ് സപ്പോർട്ടഡ് ബൈ ട്രസ് ഓർ വാൾ ആൻഡ് ഓർ യൂസ്ഡ് ടു സപ്പോർട്ട് ദി കോമൺ ഡ്രാഫ്റ്റർ. ട്രസ്സും കോമൺ ഡ്രാഫ്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ പേർലിൻ വരുന്നത്. സോ അത് 5 ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞു 4th 1, സെക്കൻഡ് എത്തത് 5th 1. അപ്പോൾ അതും 2 ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. അടുത്ത് പറയുന്ന ഹിപ്പ് റാഫ്റ്ററിനെ കുറിച്ചാണ്. ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയഗണലി വരുന്നതാണ്. റിഡ്ജ് ടു നമ്മുടെ വാളിൻ്റെ കോർണർ ബേസ് ചെയ്ത് വരുന്നതാണ് ആരെന്ന് പറയുന്നത്? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. റാഫ്റ്റർ വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദ കോർണേഴ്സ് ഓഫ് ദ വാൾ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് അത് സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ ഏകദേശം കൺഫേം ആയി. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് കൂടെ നോക്കാം. വാലി റാഫ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു വാലി ആണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജാക്ക് റാഫ്റ്റർ എന്ന് വെച്ചാൽ ജാക്ക് റാഫ്റ്റർ ആണ് റാഫ്റ്റർ വിച്ച് റൺസ് ഫ്രം ഹിപ്പ് ടു വാലി വരുന്നത്. ജാക്ക് റാഫ്റ്റർ ആണ് റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു വാലി വരുന്നത്. നമ്മുടെ ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ് വരുന്നത്. ഡയഗണലി ടു റിഡ്ജ് ടു കോർണേഴ്സ് ഓഫ് ദി വാൾ. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ കറക്റ്റ് വായിച്ചത് സമയം എടുത്ത് തന്നെ ചെയ്യുക. വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 35th question. As per IS 456/2000, the minimum period before striking formwork for soffit formwork to beam is. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സോഫിറ്റ് ഫോം വർക്കാണ്, അതും ബീമിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് സ്ട്രൈക്കിംഗ് അല്ലെങ്കിൽ ഡീ ഷട്ടറിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സോഫിറ്റ് ഫോം വർക്ക് ടു ബീമാണ്. പ്രോപ്സ് ഈ റീഫിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ടൈമാണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഫോം വർക്കിൻ്റെ തന്നെ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 7 days ആണേ. ഇനി ഇതല്ലാതെ തന്നെ വരാൻ സാധ്യതയുള്ളത് വെർട്ടിക്കൽ ഫോം വർക്ക് ടു കോളംസ്, വാൾസ്, ബീംസ് ഒക്കെ ആണെങ്കിൽ വെർട്ടിക്കൽ ഫോം വർക്ക് വാൾസ് അതുപോലെ ബീംസൊക്കെയാണ്, കോളമൊക്കെ ആണെങ്കിൽ 60 to 24 hours ആണ് ഈ സ്ട്രൈക്കിംഗ് പീരീഡ് ഫോം വർക്കിന് വരുന്നത്. ഓക്കെ, സോഫിറ്റ് ഫോം വർക്ക് ടു സ്ലാബിൻ്റെതാണെങ്കിൽ നമുക്ക് വരുന്നത് 3 day ആണ്. ഓക്കെ, സോഫിറ്റ് ഫോം വർക്ക് സ്ലാബിനാണെങ്കിൽ 3 day. ഇപ്പോൾ പറഞ്ഞ ബീമിനാണെങ്കിൽ 7 day ആണ് വരുന്നത്. ഇനി പ്രോപ്സ് ടു സ്ലാബ് ആണ് വരുന്നതെങ്കിൽ 4.5 meter വരെ, അത് സ്ലാബിൻ്റെ കേസാണ് പറയുന്നത്, അപ് ടു 4.5 meter വരെയാണെങ്കിൽ 7 days. അതുപോലെ തന്നെ 4.5 meterനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ 14 days എടുക്കുന്നത്. ഇനി ബീമിലും ആർച്ചസിലും ആണെങ്കിലോ, ബീം ആൻഡ് ആർച്ചസിലാണ് വരുന്നതെങ്കിൽ 6 meter വരെ 14 days, 6 meter മേളിലാണെങ്കിൽ അത് 21 days വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോർഷൻസ് കൂടെ അറിഞ്ഞിരുന്നാലേ അടുത്ത് ചിലപ്പോൾ അതായിരിക്കാം വരുന്നത്. 36th question. Which of the followings are deep foundations? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷാലോ ഫൗണ്ടേഷൻ്റെയും ഡീപ്പ് ഫൗണ്ടേഷൻ്റെയും കാറ്റഗറി അറിയാൻ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേതാണ് വരുന്നത്? വെൽ ഫൗണ്ടേഷനും പൈൽ ഫൗണ്ടേഷനും ആണ്. ബാക്കി രണ്ടും ഷാലോ ഫൗണ്ടേഷനാണ്. അപ്പോൾ വെൽ ഫൗണ്ടേഷനും 3 ഉം 4. നമുക്ക് ആൻസർ വരുന്നത് 3 ഉം 4 ആണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് സ്റ്റെയർ കേസ്. ഒരു ഗുഡ് സ്റ്റെയർ കേസിന് റിക്വയർമെൻ്റ് ആയിട്ട് വരാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിഡ്ത്ത് ഓഫ് ലാൻഡിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദ വിഡ്ത്ത് ഓഫ് സ്റ്റെയർ. ഓക്കെ, അത് റിക്വയർമെൻറ്റിൽ വരുന്നത് തന്നെയാണ്. ദെൻ വൈൻഡേഴ്സ് ഷുഡ് നോട്ട് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. അതത്ര നല്ലൊരു കാര്യമല്ല. ദ സ്ലോപ്പ് ഓഫ് സ്റ്റെയർ ഷുഡ് നെവർ എക്സീഡ് 40 ഡിഗ്രി ആൻഡ് ഷുഡ് നോട്ട് ബി ഫ്ലാറ്റർ ദാൻ 25 ഡിഗ്രി. സോ എന്താണ്, അതും കറക്റ്റ് തന്നെയാണ്. ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് 12, അതും കറക്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ പറയാം, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വൈൻഡേഴ്സ് ഷുഡ് നോട്ട് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. Statement 1. Shoring in the construction of a permanent structures to support an unsafe structure. Statement 2. The method of underpinning helps to strengthen the foundation of an existing building or any other infrastructure. ഫസ്റ്റത്തത് കാണുമ്പോൾ തന്നെ അറിയാം, ഷോറിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ അല്ല, ടെമ്പററി ആയിട്ട് കൊടുക്കുന്നൊരു സപ്പോർട്ടാണ് നമ്മൾ. അപ്പോൾ ആ ഷോറിങ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്തെന്ന് തന്നെ നമുക്ക് മനസ്സിലായി, തെറ്റാണ്. ബട്ട് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കറക്റ്റാണ്. അണ്ടർപിന്നിങ് സ്ട്രെങ്തനിങ്, ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്, ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. 39th ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ്. ഇതും മാച്ച് ദി ഫോളോയിങ് തന്നെയാണ് പറയുന്നത്. ലിസ്റ്റ് 1 ഫ്ലാഷ് പോയിൻറ്റിങ്, റിസസ് പോയിൻറ്റിങ്, സ്ട്രക്ക് പോയിൻറ്റിങ്, വെതർ പോയിൻറ്റിങ്. പോയിൻറ്റിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മാച്ച് ദി ഫോളോയിങ് വന്നിട്ടുണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഇത് തന്നെ പ്രതീക്ഷിക്കുക നമുക്ക്. ഫ്ലാഷ് പോയിൻറ്റിങ്. അപ്പം ഇതിൽ ഫ്ലാഷ് പോയിൻറ്റിങ് വരുന്നത് ഏതാണെന്ന് നോക്കിക്കേ. ഫ്ലാഷ് പോയിൻറ്റിങ്, മോട്ടാർ ഈസ് പ്രസ്ഡ് ഹാർഡ് ഇൻ ദ റെക്ഡ് ജോയിൻറ്റ്. ഇതല്ലേ ഫ്ലാഷ് പോയിൻറ്റ്, അല്ലേ? ഫ്ലാഷ് ഇതാ കിടക്കണം, മോട്ടാർ ഈസ് പ്രസ്ഡ് ഹാർഡ് 3. നിങ്ങളൊന്ന് വായിക്കുക, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നിങ്ങളൊന്ന് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റിസസ്റ്റ് പോയിൻറ്റിങ്. എന്തായിരിക്കും റിസസ്റ്റ് പോയിൻറ്റിങ്? മോട്ടാർ ഈസ് പ്രസ്ഡ് ബാക്ക് ബൈ 5 mm ഓർ മോർ ഫ്രം ദ എഡ്ജസ്. എഡ്ജസിൽ നിന്ന് ബാക്കിലോട്ട് നമ്മൾ 5 mm പ്രസ് ചെയ്തൊരു ഗ്രൂവ് പോലെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതല്ലേ റിസസ്റ്റ്. സോ അപ്പോൾ രണ്ടാമത്തെ 4 അല്ലേ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രക്ക് പോയിൻറ്റിങ്. സ്ട്രക്ക് പോയിൻറ്റിങ് എന്ന് വെച്ചാൽ ദ ഫേസ് ഓഫ് പോയിൻറ്റിങ് ഈസ് കെപ്റ്റ് ഇൻക്ലൈൻ വിത്ത് ഇറ്റ്സ് അപ്പർ എഡ്ജ് പ്രസ്ഡ് ഇൻസൈഡ് ദ ഫേസ് ബൈ 10 mm. സെക്കൻഡ് 1 അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ് വെതേർഡ് പോയിൻറ്റ്. വെതേർഡ് എന്ന് വെച്ചാൽ വി പ്രൊജക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഫസ്റ്റ് കിടപ്പുണ്ട്. ഇത് വരുന്ന ഏതാണ്? ഓപ്ഷൻ 3, 4, 2, 1. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മാച്ച് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇറിഗേഷനിൽ നിന്നുള്ളതാണ്. റേഷ്യോ ഓഫ് മീൻ സപ്ലൈ ടു ഫുൾ സപ്ലൈ ഓഫ് കനാൽ. മീൻ സപ്ലൈയിൽ നിന്ന് ഫുൾ സപ്ലൈ ഓഫ് കനാലിൻ്റെ റേഷ്യോ എടുക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഏതാണ് വരുന്നത്? കപ്പാസിറ്റി ഫാക്ടർ. ഓക്കെ, ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ കനാലിൻ്റെ ഔട്ട്ലെറ്റിലൂടെയുള്ള ആ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടൈം ഫാക്ടർ എന്ന് പറയുമ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ ആ ഒരു കനാൽ സപ്ലൈ ചെയ്തതും അതിൻ്റെ ബേസ് പീരീഡിൽ റണ്ണ് ചെയ്യുന്നതിൻ്റെയൊക്കെ റേഷ്യോ എടുക്കുന്നതാണ് ടൈം ഫാക്ടറിൽ വരുന്നത്. എ ക്രോപ്പ് വിച്ച് റിക്വയർ ഇറിഗേഷൻ ത്രൂ ഔട്ട് ദ ഇയർ ഈസ് കാൾഡ്. ഓക്കെ, ത്രൂ ഔട്ട് ദി ഇയറിൽ വരുന്ന ഇറിഗേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് ദി ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു പേരാണ് പെർണിയൽ ഇറിഗേഷൻ. പക്ഷേ ആ ഒരു സംഭവം ഈ ഓപ്ഷനിലില്ല. എങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഏതാണ്? ഗാർഡൻ ക്രോപ്പാണ്. കാരണം ഖാരിഫ്, വെറ്റ്, ഡ്രൈക്കൊക്കെ ഒരു സീസൺ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഗാർഡൻ ക്രോപ്സ് പെർണിയൽ ക്രോപ്പിൽ വരുന്നതാണ്. Then 42nd question. The type of irrigation in which no canals are constructed. കനാൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പറയുന്നതിൽ ഏതാണ്? സ്റ്റോറേജ്, കമ്പൈൻഡ്, ഇനണ്ടേഷൻ, ഡയറക്റ്റ്. നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനണ്ടേഷൻ ഇറിഗേഷൻ എന്നാണ് പറയുന്നത്. ഇനണ്ടേഷൻ ഇറിഗേഷൻ എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ഫ്ലഡ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമുക്കവിടെ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിനെയാണ് ഇനണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. 43rd question. Process of covering external material like fabric, stone, etc. for reducing loss of soil moisture is called. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സീവറിങ്, മൾച്ചറിങ്, ഡിസ്ഡൈനിങ്, കവേർഡ് ഇറിഗേഷൻ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക, റെയറായിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഇട്ട് പഠിക്കുക.
Okay, process of covering external material like fabric stones for reducing loss of soil moisture. ആ സോയിൽ മോയ്സ്ചറിൻ്റെ ലോസ് ആണ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കവറിങ് പോലെ ഫാബ്രിക്കോ സ്റ്റോണിൻ്റെയോ ഉള്ള ഒരു എക്സ്റ്റേണൽ മെറ്റീരിയൽ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൾച്ചിങ്. ഓക്കെ, മൾച്ചിങ്. 44 question. Which of the following statements regarding divide wall is or are correct? താഴെ പറയുന്നതിൽ ഡിവൈഡ് വാൾസിൻ്റെ കാര്യങ്ങളാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏത് കറക്റ്റ് ആണെന്ന് നോക്കാം. Which of the following divide wall incidentally serves one of the side walls of fish ladder? ഓക്കെ, കറക്റ്റ് അല്ലേ? ആണല്ലോ, ഡിവൈഡ് വാൾ ഇൻസിഡൻ്റലി സെർവ്സ് ആണ് വൺ സൈഡ് ഓഫ് വാൾസ് ഓഫ് ഫിഷ് ലാഡർ ആണ്. കറക്റ്റാണ്. ദിസ് സ്ട്രക്ചേഴ്സ് പ്രിവെൻറ്റ് ക്രോസ് കറൻറ്റ് ആൻഡ് ഫ്ലോ പാരലൽ ടു ദി വിയർ. അതും കറക്റ്റ് തന്നെയാണ്. ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റിൽ പോക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കനാൽ ഹെഡ് റെഗുലേറ്റർ. അതും കറക്റ്റ് അല്ലേ? സോ നമ്മൾ നോക്കിയപ്പോൾ 3 കറക്റ്റാണ്. അപ്പം 1, 2, 3 കറക്റ്റാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദെൻ കോർ ഡെപ്ത് ഓഫ് ഷുഗർ കെയിൻ ഒറ്റയടിക്ക് തന്നെ നമുക്ക് പറയാം 16.5 cm ആണ്. അപ്പോൾ MM-ലാക്കുമ്പോൾ 165 mm ആണ് ഷുഗർ കെയിൻ്റെ കോർ ഡെപ്ത് വരുന്നത്. The total area which can be economically irrigated from the irrigation system without considering the limitations of the quantity of water available. ശ്രദ്ധിക്കുക, ടോട്ടൽ ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, ഗ്രോസ് കമാൻഡ് ഏരിയ. 47th question. A cast in situ pile greater than dash diameter is generally termed as pier. Okay. 47th question. A cast in situ pile greater than dash diameter is generally termed as pier. നമ്മുടെ ആൻസർ വരുന്നത് 0.6 മീറ്റർ ആണ്. ഓക്കെ, 0.6 മീറ്റർ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് ഗ്രേറ്റർ ദാൻ 0.6 മീറ്ററിന് ഡയമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ ജനറലി നമ്മൾ അതിനെ പറയുന്ന പേര് പിയർ. പിയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നോർമലി നമ്മൾ പിയർ തന്നെ ബ്രിഡ്ജസിൽ പറയുമ്പം ആർച്ചസിലൊക്കെ പറയുമ്പം ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ തന്നെ പിയർ ഫൗണ്ടേഷനായിട്ടും ഉണ്ട്, അത് ഡീപ്പ് ഫൗണ്ടേഷനിൽ പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. chamfer constructed in sewer line for maintenance, inspection and cleaning is known as. സാനിറ്റേഷനിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. മെയിൻ്റനൻസും ഇൻസ്പെക്ഷനും ക്ലീനിങ്ങും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? മാൻഹോളാണ്. ഓക്കെ, ഒരു ചാമ്പർ പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിൽ മാൻഹോൾ. 49th question. Which of the flowing pipe appurtenances is used to prevent flow of water in backward direction? ബാക്ക്വേർഡ് ഡയറക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൺലി വൺ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലോ പോസിബിൾ ആക്കുകയുള്ളൂ. അങ്ങനെയുള്ള വാൽവിനെ പറയുന്ന പേരാണ് റിഫ്ലക്സ് വാൽവ്. റിഫ്ലക്സ് വാൽവിൻ്റെ വേറൊരു പേരാണ് ചെക്ക് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്. Sewerage system in which both sewage and storm water are taken into single sewer is known as. സിംഗിൾ സീവറിൽ കൂടെ സീവേജും സ്റ്റോമും പോയാൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? കമ്പൈൻഡ് സിസ്റ്റം. സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം നമുക്ക് സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. നോർമലി കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് കമ്പൈൻഡ് സിസ്റ്റം എഗ് ഷേപ്പിലും സെപ്പറേറ്റ് സിസ്റ്റം സർക്കുലർ ഷേപ്പിലും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സാനിറ്റേഷനിൽ നിന്നുള്ളൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദി കോളം 1 ആൻഡ് കോളം 2. വായിച്ചു നോക്കിക്കേ. എ ഡെഡ് എൻഡ് സിസ്റ്റം. എ എത്രയാണ്? ഡെഡ് എൻഡ് സിസ്റ്റം. രണ്ടാമത്തെ ഗ്രിഡ് എൻഡ് സിസ്റ്റം, റിംഗ് സിസ്റ്റം, റേഡിയൽ സിസ്റ്റം. ഇതെങ്ങനെ വരുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ഡെഡ് എൻഡ് സിസ്റ്റം. ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയുമ്പം അവിടെ എന്തായിരിക്കും? നോ ഫ്രീ സർക്കുലേഷൻ ഓഫ് വാട്ടർ ആണ് വരുന്നത്. അപ്പം മൂന്നാമത്തെ അല്ലേ ആദ്യം വരുന്നത്? നോ ഫ്രീ സർക്കുലേഷൻ ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് 3. ബി ഗ്രിഡ് അയൺ സിസ്റ്റം. ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോങ്ങർ ലെങ്ത് പൈപ്പ് റിക്വയർഡ് ആണ് വരുന്നത്. സോ 4th one. ദെൻ സി റിംഗ് സിസ്റ്റം. റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൻ പ്രൊവൈഡഡ് അറൗണ്ട് ദ പെരിഫറി ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ ആണ്. സോ 2 ആണ് വരുന്നത്. ഓക്കെ, സോ 2. ദെൻ ഡി റേഡിയൽ സിസ്റ്റം. റേഡിയൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ അറ്റ് സെൻറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സോൺസ് ആണ് വരുന്നത്. സോ 1. ഇത് ഈ ഒരു ഓപ്ഷൻ വരുന്നത് A3, B4, C ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്.
നന്നായിട്ടൊന്ന് വായിക്കുക. 52. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് സെപ്റ്റിക് ടാങ്ക്? ശ്രദ്ധിക്കുക, നോട്ട് ട്രൂ ആണേ. ട്രൂ അല്ലാത്തത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. സെഡിമെൻറ്റേഷൻ ടാങ്ക് വിത്ത് പ്രൊവിഷൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ഡൈജഷൻ ഓഫ് സ്ലഡ്ജ്. ഓക്കെ, കറക്റ്റ്. The digestion of sludge is done by aerobic bacteria inside the tank. സെപ്റ്റിക് ടാങ്ക് ആണ്, അപ്പം അവിടെ എയറോബിക് ബാക്ടീരിയ ബേസിസ് വരുമോ? തെറ്റാണ്. പീരിയോഡിക് ക്ലീനിങ് ഓഫ് സെപ്റ്റിക് ടാങ്ക് റിക്വയർ അക്യുമുലേഷൻ ഓഫ് സ്ലഡ്ജ് ക്യാൻ ഡിക്രീസ് കപ്പാസിറ്റി ഓഫ് ടാങ്ക്. അതും കറക്റ്റ് തന്നെയാണ് വരുന്നത്. എഫ്ലുവൻറ്റ് ഫ്രം സെപ്റ്റിക് ടാങ്ക് ക്യാൻ ബി ടേക്കൺ ടു സോക്ക് ഇറ്റ് ഫോർ ഡിസ്പോസൽ. ഓക്കെ, അതും കറക്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഡൈജഷൻ ഓഫ് സ്ലഡ്ജ് ഈസ് ഡൺ ബൈ എയറോബിക് ബാക്ടീരിയ ഇൻസൈഡ് ദി ടാങ്ക് സെക്കൻഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, എന്ന് വെച്ചാൽ കറക്റ്റ് അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് എയറേഷൻ അഡോപ്റ്റഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് റോ വാട്ടർ? എയറേഷൻ്റെ മെത്തേഡ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എയർ ഡിഫ്യൂഷൻ, കാസ്കേഡ്സ്, സ്പ്രേ നോസിലൊക്കെയാണ്. പക്ഷേ ആഡിങ് എയർ എൻട്രൈൻഡ് ഏജൻസ് അങ്ങനെ ഒരു സംഭവം നമ്മൾ അവിടെ പറയുന്നില്ല. ബാക്കി മൂന്നും എന്താണ്? എയറേഷൻ്റെ മെത്തേഡ്സിൽ വരുന്നതാണ്.